വോട്ടിംഗ് ദിനമായ ഇന്ന് സ്ഥാനാർത്ഥികൾ വലിയ തിരക്കിലായിരുന്നു. ബൂത്തുകളിൽ പോകുന്ന തിരക്കുകളായിരുന്നു അവരെങ്കിലും ചാലക്കുടിയിലെ സ്ഥാനാർത്ഥിയായ ഇന്നസെന്റ് ഇന്ന് സമയം കണ്ടെത്തിയത് ഒരു കൊച്ചുമിടുക്കനെ സന്ദർശിക്കാനാണ്. സമൂഹ മാധ്യമങ്ങളിലൂടെ വൈറലായ 5 വയസ്സുകാരൻ ശ്രീദേവിന്റെ വീട്ടിലാണ് ഇന്നസെന്റ് സമ്മാന പൊതികളുമായി എത്തിയത്. ചാലക്കുടിയിലെ ഇടത് സ്ഥാനാർത്ഥിയായ ഇന്നസെന്റിനു വേണ്ടി ശ്രീദേവ് വീറോടെ വാദിച്ചത് അവന്റെ അമ്മയുടെയും ബന്ധുക്കളുടെയും മുന്നിലാണ്. ഉറ്റവരുടെ കളിയാക്കൽ കൂടിയായപ്പോൾ ശ്രീദേവിന്റെ ആവേശം ഇരട്ടിച്ചു. ഈ ആവേശമാണ് ഇന്നസെന്റിനെ ആകർഷിച്ചത്. സമ്മാനമായി ക്രിക്കറ്റ് ബാറ്റും പന്തുമായിട്ടാണ് ഇന്നസെന്റ് ശ്രീദേവിനെ കാണാനെത്തിയത്. ഇത് എന്റെ മോന്റെ മോനെ, അവനാണ് ഇത് മേടിച്ചു തന്നത്. ഇത് നീ ചില്ലുമേട്ട് തട്ടരുത് കേട്ടാ. ഉറപ്പല്ലേ? അവരെന്തെങ്കിലും പറഞ്ഞാലേ പാവങ്ങളല്ല, ഒന്നും പറയണ്ട കേട്ടാ. അവര് പറയാണ് ഇന്നസെന്റ് തോൽക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശരി. ശ്രീദേവിന്റെ ആവേശവും ആത്മാർത്ഥതയും തന്നെ ആകർഷിച്ചുവെന്നും ഇതേ രീതിയിൽ ആവേശമുള്ള ഒരാൾക്ക് സുഖമായി വിജയിച്ച് മുന്നോട്ടു പോകാൻ കഴിയുമെന്നും ശ്രീദേവിന് ആശംസകൾ നേർന്ന ഇന്നസെന്റ് പറഞ്ഞു. നീ അസലായിട്ട് അത് ചെയ്തപ്പോൾ അങ്കിളിന് ഭയങ്കര ഇഷ്ടമായി. കാരണം അങ്കിളും ഒരു ആക്ടറൊക്കെയാണ്, മനസ്സിലായി? നിന്റെ സ്പിരിറ്റ് ഉണ്ടായാൽ മതി. ഏത് രാഷ്ട്രീയത്തിലാണെങ്കിലും ഇങ്ങനെയൊക്കെ സ്പിരിറ്റ് സാധാരണ നിലയ്ക്ക് ആൾക്കാർക്ക് ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോഴാണ് അയാളൊരു മിടുക്കനായിട്ടുള്ള രാഷ്ട്രീയക്കാരനാവുക. അങ്കമാലി തുറവൂരിൽ ബിജുവിന്റെയും വിജിതയുടെയും 2 മക്കളിൽ ഇളയവനാണ് ശ്രീദേവ്. CPMന്റെ സജീവ പ്രവർത്തകനാണ് ശ്രീദേവിന്റെ പിതാവ്. മുൻമന്ത്രി ജോസ് തെറ്റയിലും നിരവധി പാർട്ടി പ്രവർത്തകരും ഇന്നസെന്റിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് 18 ചാലക്കുടി. കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ശക്തമായ കനത്ത പോളിംഗ് നടക്കുകയാണ്. ഇപ്പോൾ പോളിംഗ് പെർസെന്റേജിലേക്ക് പോയാൽ 57%ത്തിലേക്ക് ആവറേജ് പോളിംഗ് ശതമാനം എത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരത്ത് 55.82, ആറ്റിങ്ങലിൽ 56.78, കൊല്ലത്ത് 58.06, പത്തനംതിട്ടയിൽ 58.06, മാവേലിക്കരയിലും 56.33 എന്ന കണക്കിലെ കാര്യങ്ങൾ പോകുന്നു. തെക്കൻ കേരളത്തിലെ കണക്കുകൾ അങ്ങനെയാണ്. ആലപ്പുഴയിൽ മധ്യകേരളത്തിലേക്ക് പോയാൽ ആലപ്പുഴയിൽ 58%ത്തിലേക്ക് പോളിംഗ് ശതമാനം ഉയർന്നിരിക്കുന്നു. കോട്ടയത്ത് 59% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇടുക്കിയിൽ 59.12, ശക്തമായ പോളിംഗ് ഇടുക്കിയിൽ അനുഭവപ്പെടുന്നു. എറണാകുളത്ത് 55, ചാലക്കുടിയിൽ 59.12, ചാലക്കുടിയിലും കനത്ത പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. മധ്യകേരളത്തിലെ മറ്റു മണ്ഡലങ്ങൾ, ഒപ്പം വടക്കൻ കേരളത്തിലേക്ക് കൂടി പോയാൽ തൃശൂരിൽ 57% പോളിംഗ് രേഖപ്പെടുത്തി കഴിഞ്ഞു ഈ സമയം വരെ. പാലക്കാട്ട് അത് 58.77, 59%ത്തിലേക്ക് എത്തിയ സാഹചര്യമുണ്ട്. ആലത്തൂരിൽ 57.04, മലപ്പുറത്തും പൊന്നാനിയിലുമാണ് താരതമ്യേന കുറഞ്ഞ പോളിംഗ് അനുഭവപ്പെടുന്നത്. മലപ്പുറത്ത് 53.61, പൊന്നാനിയിൽ 50.09 എന്ന കണക്കിലേക്ക് കാര്യങ്ങൾ മാറുന്നു. മറ്റു മണ്ഡലങ്ങളിലേക്ക് പോയാൽ കോഴിക്കോട്ട് 53.32 എന്ന കണക്കിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. വടകരയിൽ 54.74, വയനാട്ടിൽ ശക്തമായ പോരാട്ടം നടക്കുന്ന വയനാട്ടിൽ 59.26 എന്ന നിലയിൽ പോകുന്നു. കണ്ണൂരിൽ അതേസമയം 60% കടന്നു കഴിഞ്ഞു പോളിംഗ്. വീണ്ടും 2.5 മണിക്കൂർ ബാക്കി നിൽക്കുമ്പോൾ അത് 80-85%ത്തിലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യങ്ങളുമുണ്ട്. കഴിഞ്ഞ തവണ 81% പോളിംഗ് രേഖപ്പെടുത്തിയ ജില്ലയാണ് കണ്ണൂർ. കാസർഗോട്ട് 57.36 എന്ന നിലയിലാണ് ഇപ്പോൾ പോളിംഗ് ശതമാനത്തിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ. ഇത്തരത്തിൽ ഓരോ മേഖലയിലും ശക്തമായ പോളിംഗ് നടക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെ നമുക്ക് പ്രധാനപ്പെട്ട അതിഥി ശ്രീ ജേക്കബ് ജോർജ്, അദ്ദേഹം നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, പോളിംഗ് ശതമാനം രാവിലെ മുതൽ ക്യൂവിൽ വലിയ നിര കാണാമായിരുന്നു വോട്ടർമാരുടെ. 3 മുന്നണികളും നടത്തിയ പ്രചണ്ഡമായ പ്രചരണ പ്രവർത്തനങ്ങൾ, വോട്ടർമാരെ പരമാവധി ആകർഷിക്കാനുള്ള തന്ത്രങ്ങൾ, ഒപ്പം അവരെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ, ഇതൊക്കെ സജീവമായിരുന്നുവല്ലോ കഴിഞ്ഞ 1.5 മാസമായി നമ്മുടെ പ്രചരണ രംഗത്ത്. ഇതൊക്കെ നമുക്ക് കണക്കാക്കാൻ കഴിയുമോ വോട്ടിംഗ് ശതമാനത്തിലെ ഇപ്പോഴുള്ള ഈ അഭൂതപൂർവമായ ഒരു മുന്നേറ്റത്തെ? ഒന്നാമത്തെ കാര്യം, കേരളം രാഷ്ട്രീയ ചിന്തയിൽ, രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ കേരളീയർ വളരെ മുമ്പിലാണ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചിട്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പലയിടത്തും ഉണ്ടല്ലോ ഇതുപോലെയുള്ള വീറും വാശിയും ഇതുപോലുള്ള ഷോയൊന്നും കാണാൻ സാധ്യമല്ല.
പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളം അങ്ങോളം ഇങ്ങോളം, ഒന്നാമത് കേരളം ഒരു പട്ടണം പോലെയാണ്, ഒരു വലിയ പട്ടണം പോലെയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നു. അവിടെ തിരഞ്ഞെടുപ്പ് പ്രചാരണം വളരെ ഉഷാറായിട്ട് നടക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വോട്ടർമാരെ എല്ലാവരെയും ഒന്നൊഴിയാതെ, ഒരാളെ പോലും വിടാതെ എല്ലാവരെയും പോളിംഗ് ബൂത്തിലെത്തിക്കാൻ ആവശ്യമായ പ്രവർത്തകർ എല്ലാവർക്കുമുണ്ട്. ഈ 3 മുന്നണികൾക്കുമുണ്ട്. അതൊക്കെയാണ് ഈ പ്രചാരണത്തിൻ്റെ ഈ ചൂട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്രയധികം ടേണൗട്ട് പോളിംഗ് ബൂത്തുകളിൽ വരാൻ കാരണം. ഈ സാധാരണ ഈ ഉച്ച ഏതാണ്ട് 2.5 മണിക്കൂർ കൂടി ബാക്കി നിൽക്കുന്നുണ്ട് പോളിംഗ് അവസാനിക്കാൻ. 6 മണിക്ക് ഉള്ളവരെ ക്യൂവിൽ സ്ലിപ്പ് നിർത്തി നൽകുകയും ചെയ്യും. ഇപ്പോഴും നീണ്ട നിരയുണ്ട്. ഇതൊരു പക്ഷേ 80% മുകളിൽ 85% പോകാനുള്ള ഒരു സാഹചര്യം എങ്ങനെയുണ്ട്? നമ്മുടെ പൊതുവെയുള്ള ഒരു വോട്ടിംഗ് ട്രെൻഡ് നോക്കുമ്പോൾ ഉച്ചയ്ക്ക് ശേഷമാണല്ലോ സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ കൂടുതലായി ഈ ബൂത്തുകളിലേക്ക് എത്താൻ സാഹചര്യമുള്ളത്. അതെ, മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ലാത്ത വണ്ണം ഒരു ത്രികോണ മത്സരം അതിൻ്റെ ഒരു സ്വഭാവം കൈവന്നിട്ടുണ്ട്. BJP കേരളത്തിലേക്ക് ഒന്ന് ഭയങ്കര ശക്തിയോടുകൂടി കടന്നു വരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കണം എന്നവർക്ക് വാശിയുണ്ട്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശ്ശൂർ, പാലക്കാട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ അവർ അതിശക്തമായൊരു പ്രകടനമാണ്. അവിടെ അക്ഷരാർത്ഥത്തിൽ തന്നെ ത്രികോണ മത്സരമാണ്. ആർക്കാണ് വിജയം ഉണ്ടാവുക എന്ന് പ്രവചിക്കാൻ വയ്യാത്തവണ്ണം ചൂടേറിയ വാശിയേറിയ മത്സരമാണ് അവിടെ നടക്കുന്നത്. മൊത്തത്തിൽ NDA എല്ലായിടത്തും അവരുടെ പ്രസൻസ് ശക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇത്രയധികം പോളിംഗ് വരാൻ കാരണം എന്ന് നമുക്ക് ഒരു പ്രത്യേക കാരണമായിട്ട് തന്നെ പറയാം. മറിച്ച് UDF ആണെങ്കിലും ഇടതുപക്ഷ മുന്നണിയാണെങ്കിലും അവർ തമ്മിലുള്ള മത്സരത്തിനാണെങ്കിലും വർഷങ്ങളായിട്ടുള്ള 2 ചേരിയാണ്. പരസ്പരം ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്ന 2 ചേരികളാണ് UDFും LDFും. അവർ തന്നെയാണെങ്കിൽ പോലും ഇന്നിപ്പം പിണറായി വിജയൻ പറഞ്ഞത് ഇവിടെ കേരളത്തിലെ മത്സരം LDFും UDFും തമ്മിലാണെന്നാണ്. അങ്ങനെയാണെങ്കിൽ പോലും സ്ഥിരമായ വൈരികളാണവർ. അവർ തമ്മിലുള്ള മത്സരത്തിൻ്റെ ചൂട് തന്നെ ഏറെയാണ്. പുറമേ ഇപ്പോൾ വേറൊരു ശക്തി കൂടി അവരുടെ ഇടയിൽ നിന്നൊരു സ്പേസ് കണ്ടെത്താൻ ശ്രമിക്കുമ്പോഴത്തേക്ക് അതിന് ഈ ചൂടിനും ചൂരിനും ഒക്കെ വേറൊരു മാനം കൂടി കൈവരികയാണ്. രഞ്ജിത്ത്. ജേക്കബ് ജോർജ്, തിരിച്ചു വരാം. ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത വരുന്നത് K മുരളീധരന് നേരെ കയ്യേറ്റ ശ്രമം. അവിടെ തലശ്ശേരി UDF സ്ഥാനാർത്ഥി ചൊക്ലി 157 നമ്പർ ബൂത്തിലാണ് കയ്യേറ്റ ശ്രമം ഉണ്ടായിരിക്കുന്നത്. വിനേഷ് കുമാർ ചേരുന്നു. വിനേഷ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, അല്പസമയം മുമ്പാണ് വടകര സ്ഥാനാർത്ഥി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം ചൊക്ലിയിലുള്ള, അതായത് കണ്ണൂർ ജില്ലയിലെ ചൊക്ലിയിലുള്ള 157 ബൂത്തിൽ സന്ദർശനത്തിനെത്തിയത്. ഇത് LDF പ്രവർത്തകർ തടയുകയും അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു എന്നാണ് UDF പ്രവർത്തകർ ആരോപിക്കുന്നത്. എന്നാൽ പോലീസ് യഥാസമയം ഇടപെട്ട് പ്രവർത്തകരെ മാറ്റുകയും അദ്ദേഹത്തിനോട് സന്ദർശനം നടത്താനുള്ള അനുമതി നൽകുകയും ചെയ്തിരുന്നു. അതിനുശേഷമാണ് തിരിച്ചു പോയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അല്പസമയം മുമ്പ് നടന്നതിൽ കൃത്യമായ ഒരു വിവരം നമുക്ക് ലഭ്യമായി വരുന്നേ ഉള്ളൂ. രഞ്ജിത്ത്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ, ഈ പറഞ്ഞതുപോലെ വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഇത്തരം ഒരു അക്രമ സംഭവങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു പശ്ചാത്തലമൊക്കെ അത് വൈകാരികമായി തന്നെ പ്രവർത്തകർ സ്വീകരിക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്. അതിനനുസരിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ അവിടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളെക്കുറിച്ച് എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, തീർച്ചയായും കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഉള്ളത് ഇവിടെ തന്നെയാണ്, അതായത് വടകര മണ്ഡലത്തിലാണ്. ഇവിടെയുള്ള 1180 ബൂത്തുകളിൽ 833 ബൂത്തും പ്രശ്നസാധ്യതയുള്ള ബൂത്തുകളാണ്. ഇവിടെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് ഇത് സൂക്ഷ്മമായി തന്നെ ബൂത്തുകളെ നിരീക്ഷിക്കാനുള്ള സംവിധാനം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 3500ഓളം സേന, അർദ്ധസേന ഉൾപ്പെടെ, കേന്ദ്രസേന ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. ഇങ്ങനെയുള്ള ഇതിന് ഇവിടെ അക്രമത്തിനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു അടിസ്ഥാനത്തിലാണ് ഇത് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് 6 മണിക്ക് ശേഷം ഇവിടെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ സംഘർഷ സാധ്യതയുണ്ടെന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആണ് ഇത്തരത്തിലുള്ള നടപടി. എന്നാൽ ഇതിനിടയിലാണ് ഇപ്പോൾ മുരളീധരന് നേരെ ഇങ്ങനെ LDF പ്രവർത്തകർ പ്രകോപിതരാകുകയും മുരളീധരനെ തടയാൻ ശ്രമിക്കുകയും മറ്റും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇത് സുരക്ഷയുടെ വീഴ്ച എന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ കഴിയില്ലെങ്കിലും പോലീസ് യഥാസമയം ഇടപെടുകയും മുരളീധരനെയും മറ്റും അവിടെ നിന്ന് മറ്റ് സേഫായ മറ്റൊരു ഭാഗത്തേക്ക് മാറ്റുക, അദ്ദേഹത്തിന് ഇവിടെ പോളിംഗ് സ്റ്റേഷനിൽ സന്ദർശിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, ഈ ചുക്ലിയിലുള്ള ബൂത്ത് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പ്രശ്ന സാധ്യതയുള്ള ബൂത്തുകളാണ്. ഏറ്റവും കൂടുതൽ പ്രശ്ന സാധ്യതയുള്ള ബൂത്തുകൾ തലശ്ശേരി, കൂത്തുപറമ്പ് ഭാഗങ്ങളിലാണുള്ളത്. ഇവിടെയാണ് അക്രമ സാധ്യത ഉണ്ടെന്ന് പറയപ്പെടുന്നതും. എന്നാൽ ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ തന്നെ വടകരയിലെ മറ്റ് 5 നിയോജക മണ്ഡലങ്ങളോട് ചേർന്ന ഭാഗങ്ങളിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. എന്തായാലും കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ തന്നെയാണ് ഇവിടെ ഏർപ്പെടുത്തി. കഴിഞ്ഞ കൊട്ടിക്കലാശം നടന്ന സമയങ്ങളിൽ ഇവിടെ അക്രമം ഉണ്ടായിരുന്നു. UDF LDF പ്രവർത്തകരെ ഏറ്റുമുട്ടുകയും
ഒരു വിഭാഗം UDF പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ചുകൊണ്ട് UDF പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ വില്യപ്പള്ളിയിലുള്ള പോലീസ് സ്റ്റേഷന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം ഉൾപ്പെടെ നടത്തിയിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടർ ഇടപെട്ട് ഇവിടെ നിരോധനാജ്ഞ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഏത് രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാലും നേരിടാൻ സജ്ജമാണെന്നാണ് കോഴിക്കോട് സിറ്റി കമ്മീഷണർ ഉൾപ്പെടെ വ്യക്തമാക്കി. വിനേഷ് കുമാറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത്. കെ മുരളീധരന് നേരെ കയ്യേറ്റ ശ്രമം, വടകരയിലെ സ്ഥാനാർത്ഥി കെ മുരളീധരന് നേരെ കയ്യേറ്റ ശ്രമം എന്നുള്ള പുതിയ വാർത്തയാണ് വിനേഷ് നൽകിയത്. ഒപ്പം ഇപ്പോൾ കോട്ടയത്തേക്ക് പോയാൽ 59% കഴിഞ്ഞു കോട്ടയത്തെ പോളിംഗ് നില. അത് ഔദ്യോഗികമായ കണക്കാണെങ്കിലും അനൌദ്യോഗികമായി 60-62% എത്താനുള്ള സാഹചര്യമുണ്ട്. അതിന്റെ കണക്കുകൾ വരും മണിക്കൂറുകളിൽ എത്തും. കനത്ത പോളിംഗ് രേഖപ്പെടുത്തുന്നു. പടിഞ്ഞാറൻ മേഖലകളിലൊക്കെ കാര്യമായി വോട്ടർമാർ എത്തുന്നു പോളിംഗ് ബൂത്തുകളിലേക്ക്. ശ്രീജിത്ത് ചേരുന്നു കുമരകത്ത്. ശ്രീജിത്ത്, എന്താണ് ഏറ്റവും പുതിയ സാഹചര്യം? കോട്ടയത്തെ പഴയ കണക്കുകളൊക്കെ അപ്രസക്തമാക്കുന്ന തരത്തിൽ, അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് പോൾ ചെയ്ത 71.70 എന്ന 2014 കണക്ക്, അതിനെയൊക്കെ അപ്രസക്തമാക്കുന്ന വിധത്തിലേക്കാണോ ഇപ്പോൾ പോളിംഗ് ശതമാനം ഓരോ നിമിഷവും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്? കോട്ടയത്ത് ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ വീറും വാശിയും കാണിക്കുന്ന ഒരു പോളിംഗ് തന്നെ ഉച്ചയ്ക്ക് ശേഷവും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. രാവിലെ മുതൽ ഉച്ച വരെ ഏതാണ്ട് 2 മണിയോടുകൂടി തന്നെ 50% പിന്നിട്ടിരുന്നു. അത് മുന്നോട്ട് തന്നെ പോകുന്ന കാഴ്ചയാണുള്ളത്. ഇത് കുമരകത്ത് ഉള്ള 134 നമ്പർ, കുമരകം പഞ്ചായത്തിലെ 134 നമ്പർ ബൂത്തിലാണുള്ളത്. LP സ്കൂളിലാണുള്ളത്. ഇവിടെയും ഇപ്പോൾ നല്ല തിരക്ക് തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എല്ലായിടത്തും ഇതേപോലെ രാവിലെ ഏതാണ്ട് മിക്ക സ്ഥലങ്ങളിലും വലിയ തിരക്കുണ്ടായിരുന്നു. അതേ തിരക്ക് തന്നെ ഇപ്പോഴും കാണുന്നു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ പൊതുവിൽ ഒരു ത്രികോണ മത്സരത്തിൻ്റെ വീറും വാശിയും ഉണ്ടാകുന്നു. കഴിഞ്ഞ തവണ 71% ആകെ മണ്ഡലത്തിലുണ്ടായിരുന്ന പോളിംഗ്. ഒരുപക്ഷെ അതിനെ കടത്തി മുന്നോട്ട് പോകാനുള്ള എല്ലാ സാധ്യതയും നിലനിൽക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും കോട്ടയത്തിൻ്റെ പടിഞ്ഞാറൻ മേഖല ഒരുപക്ഷെ CPM-നൊക്കെ വലിയ സ്വാധീനമുള്ള മേഖലകളാണ്. പക്ഷേ അങ്ങനെ അത്തരം കേന്ദ്രങ്ങളിൽ മാത്രമല്ല, മറ്റ് കേന്ദ്രങ്ങളിലും കടുത്തുരുത്തി അടക്കമുള്ള പാല അടക്കമുള്ള മേഖലകളിലും നല്ല രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ പോളിംഗിനെ വളരെ പ്രതീക്ഷയോടുകൂടി കാണുകയും ചെയ്യുന്നു. ശ്രീത്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ച. ജേക്കബ് ജോർജ് ചേരുന്നു സ്റ്റുഡിയോയിൽ നിന്ന്. ജേക്കബ് ജോർജ്, ഇത്തരത്തിൽ ഈ പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന ഒരു വർധനവ്, ഇപ്പം നമുക്കറിയാം തിരുവനന്തപുരവും ആറ്റിങ്ങലും പത്തനംതിട്ടയുമായിരുന്നു കഴിഞ്ഞ തവണ 70% താഴെ, ഏതാണ്ട് 64-65% പോളിംഗ് രേഖപ്പെടുത്തിയ മണ്ഡലങ്ങൾ. അവിടെ തിരുവനന്തപുരത്ത് തന്നെ ഇപ്പോൾ 58%. ഇനി 2.5 മണിക്കൂർ കൂടി പോളിംഗ് അവസാനിക്കാൻ ബാക്കിയുള്ളപ്പോൾ വോട്ടിംഗ് നില എത്തിയിരിക്കുന്നു. അതൊരു പക്ഷേ 75-ലേക്കോ 80-ലേക്കോ എത്തുന്ന സാഹചര്യം അവിടെ ഉണ്ടാകുന്നു. തിരുവനന്തപുരത്ത് ശക്തമായ ത്രികോണ മത്സരം NDA പ്രതീക്ഷിക്കുന്ന മണ്ഡലം. പത്തനംതിട്ടയും സമാനമായ രീതിയിൽ തന്നെ പോളിംഗ് നടക്കുന്നു. അവിടെയും ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്നു. എന്തിന്റെ സൂചനയായി ഈ പോളിംഗിനെ കാണണം? ഈ 3 മുന്നണികളുടെയും ശക്തമായ പ്രചരണം എന്നതിനപ്പുറം അവരുടെ മേഖലകളിൽ അവർ കൂടുതലായി വോട്ടർമാരെ എത്തിക്കുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ആകുമോ ഈ പറഞ്ഞതുപോലെയുള്ള പോളിംഗ് വർധനവിലെ ഒരു വലിയ മാറ്റത്തിന് കാരണം? എനിക്ക് തോന്നുന്നു കേരളത്തിലെ മണ്ഡലങ്ങളിൽ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് തിരുവനന്തപുരത്ത് തന്നെയാണ്. കുമ്മനം രാജശേഖരൻ BJP സ്ഥാനാർത്ഥിയായതോടുകൂടി NDA, UDF, LDF എന്ന 3 കക്ഷികൾ, 3 ചേരികൾ മത്സരിക്കുകയാണ്. അപ്പം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു എല്ലാവരുടെയും പ്രവർത്തനം. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ ആയുധങ്ങളും മുഴുക്കുകയും ആവനാഴിയിലെ മുഴുക്കിയ ആയുധങ്ങൾ എടുത്തുകൊണ്ടുള്ള പ്രയോജനമായിരുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടികളും പരമാവധി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനും ശ്രമം നടത്തും. ഇപ്പം രാവിലെ ഞാൻ തന്നെ പോയ ചില ബൂത്തുകളൊക്കെ കണ്ടു. 7 മണിക്ക് തന്നെ നിറഞ്ഞ നീണ്ട ക്യൂ ആയിക്കഴിഞ്ഞു. ഒക്കെ വോട്ട് ചെയ്യാൻ വലിയ താമസമാണ്. പോളിംഗ് ബൂത്തിനകത്ത് കയറിയാലും അതിൻ്റെ സാങ്കേതികതകൾ കൂടിയതുകൊണ്ടാവാം VVPAT ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ എല്ലാം കൂടെ ഓരോരുത്തരുടെയും പോളിംഗ് പ്രോസസ്സ് നീളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ക്യൂ അങ്ങനെ നിൽക്കുകയാണ്. തന്നെയല്ല, രാവിലെയൊക്കെ നല്ല ചൂടും ഉഷ്ണവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശരിക്കും ഈ ജനാധിപത്യത്തിന് വേണ്ടി നമ്മുടെ ആൾക്കാർ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഒരു കഷ്ടപ്പാടിൻ്റെ ദിവസം കൂടിയാണ് വോട്ടർമാർക്ക്. നമ്മുടെ സ്കൂളുകളിലൊന്നും അങ്ങനത്തെ സൗകര്യങ്ങളില്ല. പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ സർക്കാർ സ്കൂളുകളിൽ. കൂടുതലും സർക്കാർ സ്കൂളുകളാണ് പോളിംഗ് ബൂത്തുകളാക്കി മാറ്റിയിരിക്കുന്നത്. അവിടുത്തെ പ്രാകൃതമായ സൗകര്യങ്ങൾ, പരിമിതമായ സൗകര്യങ്ങൾ, ഉദ്യോഗസ്ഥരും ഒക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് പ്രവർത്തിക്കുന്നത് എന്നോർക്കണം. ഒരു മുറിയിലും, ഞാൻ പോയിടത്തുനിന്ന് ഒരു മുറിയിലും ഫാൻ കണ്ടില്ല. ഒരു ഫാൻ പോലും ഇല്ലാതെ ഈ ചൂട് സമയത്ത് ഇരിക്കുക വലിയ ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും
എന്ത് വില കൊടുത്തും ജനാധിപത്യ അവകാശം വിനിയോഗിക്കാൻ വേണ്ടി നമ്മുടെ ആൾക്കാർ, നമ്മുടെ ജനങ്ങൾ മുന്നിട്ട് നിൽക്കുന്നു, ക്യൂ നിൽക്കുന്നു. വളരെ സമാധാനപരമായിട്ട് ഒരു പ്രശ്നവുമില്ല, ഒരു വിഷമവും പരാതിയും ഇല്ലാതെ ക്യൂ നിന്ന് വോട്ട് ചെയ്യാൻ അവർ തയ്യാറാവുന്നു. അതാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം. അതാണ് കേരളത്തിലെ ആൾക്കാർ അതിനുവേണ്ടി കൊടുക്കുന്ന അവരുടെ അധ്വാനം. തീർച്ചയായിട്ടും അതൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൽ കാണാവുന്ന അതിൻ്റെ മനോഹരമായ മുഖം ജനാധിപത്യത്തിൻ്റെ. തീർച്ചയായും വളരെ പ്രസക്തമായ കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. ജനാധിപത്യത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മുഖങ്ങൾ രാവിലെ നമ്മൾ കണ്ടു. മോഹൻലാലിനെ പോലെ ഒരു സൂപ്പർ താരം പോലും ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്ന അദ്ദേഹം വളരെ നാളുകൾക്ക് ശേഷമാണ് വോട്ട് ചെയ്യാനായി പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നത്. ഒപ്പം മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷ നേതാവടക്കം ക്യൂ നിന്ന് വോട്ട് ചെയ്യുന്നു. സാധാരണ ഒരു ജനത്തെ പോലെ തങ്ങളുടെ അവകാശം വിനിയോഗിക്കാനായി എത്തുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും ഒക്കെ വോട്ട് ചെയ്യണമെന്ന പ്രചരണം അത് കാര്യമായി തന്നെ ജനങ്ങളെ സ്വാധീനിച്ചു എന്ന് വേണം കരുതാൻ. ഇപ്പോൾ പാലക്കാട്ട് നിന്ന് ഒരു വാർത്ത വരുന്നത്, പാലക്കാട് മണ്ണാർക്കാട് കുമരംപുത്തൂർ സ്കൂളിലെ 79 നമ്പർ ബൂത്തിൽ NDA സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നവും കറുത്ത സ്റ്റിക്കർ ഉപയോഗിച്ച് മറച്ചു എന്ന പരാതി. പ്രസാദ് ഉടുമ്പിശ്ശേരി ചേരുന്നു. പ്രസാദ്, ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അവിടെ NDA സ്ഥാനാർത്ഥിയും ഒട്ടും പുറകിലുള്ള പ്രചരണത്തിൽ ഒരുപക്ഷെ ത്രികോണ പോരാട്ടം എന്ന രീതിയിലുള്ള കാര്യങ്ങൾ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം എന്ന പശ്ചാത്തലം എന്താണ്? രഞ്ജിത്ത്, ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത് അവിടെ BJP നേതൃത്വമാണ് പരാതി നൽകിയിട്ടുള്ളത്. 1:30ക്കും 2:00നും ഇടയിലാണ് ഇത്തരത്തിൽ BJP സ്ഥാനാർത്ഥിയുടെ പേര് മറച്ച രീതിയിൽ ഇത് കണ്ടത് എന്നതാണ് ഉയർന്ന ആരോപണം. ഈ തോതിൽ മത്സരം നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട്. അതുകൊണ്ട് തന്നെ എല്ലാ ബൂത്തിലും കർശനമായ രീതിയിൽ BJPയുടെയും 3 മുന്നണികളുടെയും നേതൃത്വത്തിലുള്ള നിരീക്ഷണങ്ങൾ അവർ നടത്തുന്നുണ്ട്. അങ്ങനെയാണ് ഈ 1:30ക്കും 2:00നും ഇടയിൽ ഈ ഭാഗത്ത് ഈ NDA സ്ഥാനാർത്ഥിയുടെ പേര് മറച്ചതായിട്ടുള്ള പരാതി ഉയർന്നിട്ടുള്ളത്. ഇതിനെതിരെ ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസർക്ക് BJP പരാതി നൽകിയിട്ടുണ്ട്. പ്രസാദ് ഉടുമ്പിശ്ശേരിയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുന്നത്. 56.78%. അത് ഔദ്യോഗികമായ കണക്കാണ്. ഒരുപക്ഷെ അത് 59ലേക്കും 60ലേക്കും പോയേക്കാം പോളിംഗ് പെർസെൻറ്റേജ്. അതിൽ തൃശ്ശൂർ 57.06%-ലേക്ക് ഉയർന്നിരിക്കുന്നു പോളിംഗ്. പാലക്കാട്ട് 59ലേക്ക് എത്തിയിരിക്കുന്നു. ആലത്തൂരിൽ 57.04. മലപ്പുറം, പൊന്നാനി എന്നീ മണ്ഡലങ്ങൾ മാത്രം 53ലും 50ലും ഒതുങ്ങി നിൽക്കുന്നു. അവിടെ നേരത്തെ തന്നെ പോളിംഗ് ശതമാനത്തിന്റെ കാര്യത്തിൽ അത്ര മുന്നോട്ട് വരുന്ന മണ്ഡലങ്ങളല്ല. തിരുവനന്തപുരത്ത് 56.82%-ലേക്ക് മാറുന്നു. ആറ്റിങ്ങലിൽ 56.78 നിലയിലെ കാര്യങ്ങൾ മാറുന്നു. കൊല്ലത്ത് 58.06 പോളിംഗ് ശതമാനം. പത്തനംതിട്ടയിൽ 58.06. മാവേലിക്കരയിൽ 56.33 നിലയിൽ പോളിംഗ് ശതമാനം എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. ആലപ്പുഴയിലും കോട്ടയത്തും ഇടുക്കിയിലും എറണാകുളത്തും ചാലക്കുടിയിലും ശക്തമായ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നു. 55% മുകളിൽ പോളിംഗ് ആയി. അതിൽ കോട്ടയത്തും ഇടുക്കിയിലും തന്നെ 59, ചാലക്കുടിയിലും 60%-അടുത്തെത്തിയ രീതിയിൽ ശക്തമായ രീതിയിൽ പോളിംഗ് പുരോഗമിക്കുന്നു. ഒപ്പം കോഴിക്കോട്ടും വടകരയിലും വയനാടും കണ്ണൂരും കാസർഗോഡും, അതിൽ കണ്ണൂരിൽ 60% കടന്നിരിക്കുന്നു, 61%-ലേക്ക് എത്തിയിരിക്കുന്നു. വയനാട്ടിലും 60%-ലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. 59.26 ഔദ്യോഗിക കണക്ക്. കോഴിക്കോട്ട് 53, വടകരയിൽ 54, കാസർഗോഡ് 57% പോളിംഗ് രേഖപ്പെടുത്തി. കനത്ത തോതിലുള്ള പോളിംഗ് ഇപ്പോഴും നടക്കുന്നു. സ്ത്രീകളുടെയും ഒക്കെ വലിയ നീണ്ട നിര പോളിംഗ് ബൂത്തുകളിൽ കാണാം. 6 മണി വരെയാണ് പോളിംഗ്. 6 മണിക്ക് ബൂത്തിലുണ്ടാകുന്നവർക്ക് സ്ലിപ്പ് കൊടുക്കും. അവരെയും വോട്ട് ചെയ്യിപ്പിച്ച ശേഷം മാത്രമേ പോളിംഗ് അവസാനിപ്പിക്കുകയുള്ളൂ. അത്തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്.